ഈ ഷാജിദ ഷാജി എന്ന് പറഞ്ഞ അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല. എനിക്കിനി അതും പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കും. ജസ്ന എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കണ ആ ജസ്ന അല്ല. കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കണ ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നത് നീ മാത്രമുള്ളോ ജസ്ന. കുറച്ച് ദിവസങ്ങളായിട്ട് സാജിദ ഷാജിയുടെ വിഷയത്തിൽ റൌഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വ്യക്തിയുടെ ഫോട്ടോസ് ആരും തന്നെ എവിടെയും കാണിച്ചിട്ടുണ്ടായില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് സാജിദ ഇട്ടിരിക്കുന്ന ഒരു ഷോർട്സ് കാണാനിടയായത്. അതിൽ ഈ റൌഫിന്റെ ഫോട്ടോ കണ്ട് തമ്പുരാൻ ഇതാണ് ഈ പറയുന്ന റൌഫ്, ഇതിനെയാണ് ഹണി ട്രാപ്പിൽ പെടുത്തിയെന്നൊക്കെയുള്ള ഒരു അത്ഭുതമാണ് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ സാജിദ പറയേണ്ടത് ഈ റൌഫ് ഈ ജസ്ന എന്ന് പറയുന്ന ലേഡിക്ക് 3 ലക്ഷത്തോളം രൂപ കൊടുത്തിരുന്നു. ഈ ജസ്ന എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന യൂട്യൂബറാണ്, വ്ളോഗറാണെന്നൊക്കെ പറയേണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷ്ണനൊക്കെ വരക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജസ്ന സലീം എന്ന് പറഞ്ഞൊരു തള്ളച്ചുണ്ടല്ല. കാരണം ആ ലേഡിക്ക് ഈ പറയുന്ന സാജിദാന അമ്മച്ചിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളച്ചിന്ന് വിളിക്കാം. അപ്പൊ ഈ തള്ളച്ചി അല്ല എന്ന് പറഞ്ഞിട്ട് സാജിദ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തള്ളച്ചിയുടെ വീഡിയോ എടുത്ത് കാണിക്കാനോ ആ തള്ളച്ചി പറയുന്ന സാജിദാനെ കുറിച്ച് പറഞ്ഞതും ഞാനല്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തതും ഞാൻ ഇത് വെക്കാത്തതെന്ന് വെച്ചാൽ അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു അറപ്പ് പോലെയാണ് തോന്നിയത്. അറപ്പെന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ ഒരു മോശം ഫീലാണ് തോന്നിയത് അവരുടെ ആ ലേഡിയുടെ വോയിസും അല്ലെങ്കിൽ ആ ലേഡിയുടെ ആ പെർഫോമൻസ് കണ്ടപ്പോൾ. പക്ഷെ സാജിദ കൊടുത്തൊരു മറുപടി ഉണ്ട്, അത് നമുക്ക് കാണാം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ പറയുന്ന സാജിദയുടെ വിഷയം ചെയ്യുന്നതിന് അനുബന്ധിച്ചിട്ട് തന്നെ സൂഫി സഫർ മീഡിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ചാനൽ എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു ചാനലിന്റെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ സാജിദാനെ ഞാൻ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ചെയ്തിരുന്നത്, അല്ലാതെ ഞാൻ സാജിദാക്കെതിരെ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ആ ചങ്ങാതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന റിയാക്ഷൻ സാജിദാക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരാണ്, തള്ളച്ചികളാണെന്നും എന്നാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാജിദ തന്നെ ഈ വ്യക്തിയെ കുറിച്ച് എന്താണ് പറഞ്ഞേക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മ ഈ സാജിദ ഈ പറയുന്ന കൃഷ്ണഭക്ത ആയ ഈ പറഞ്ഞ ജസ്ന സലീമിന് കൊടുത്തേക്കുന്ന മറുപടി നമുക്ക് കേൾക്കാം. അതിനോടനുബന്ധിച്ച് തന്നെ ഏത് ജസ്നാനെ കുറിച്ചാണ് സാജിദ പറഞ്ഞേക്കണമെന്നും അതേപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന സാജിദ പണം തട്ടിയെന്നും കല്യാണ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചു എന്നൊക്കെ പറയുന്ന ആ റൌഫിന്റെ പിക്ചറും സാജിദ പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഒരു ഷോർട്സും കൂടി നമുക്ക് കണ്ടു നോക്കാം. തുടർന്ന് നമുക്ക് ഈ സൂഫി സഫർ പറഞ്ഞത് കേൾക്കുകയും ചെയ്യാം, അങ്ങേർക്ക് ഒരു മറുപടിയും കൊടുക്കാം. ഓക്കെ ബാ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം. അപ്പോൾ ജസ്ന എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കണ ആ ജസ്ന അല്ല. കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കണ ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നത് നീ മാത്രമുള്ളോ ജസ്ന, നിന്റെ പേര് മാത്രമുള്ളൂ ജസ്ന. അതുപോലെ തന്നെ ഒരു ഗൾഫിലത്തെ ഒരു ഇത്താതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാനല്ല, നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ഏത് ജസ്നയാണ്. അപ്പോൾ ആ ജസ്നേൻ്റെ ഫോട്ടോ റൌഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റൌഫ് എല്ല ഉള്ള ഒരു വീഡിയോ ആണിത്. കണ്ടു നോക്കി അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് മോളെ. അമ്മച്ചി നീയാണ് അമ്മച്ചി, കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും നീ ഏത് അമ്മച്ചിയാണെന്ന്. ഓക്കെ, കടന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും കൊണ്ട് വന്ന് തള്ളിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫും. എന്തായാലും ജസ്നാനും റൌഫിനെയും എനിക്ക് അങ്ങോട്ട് പെരുത്തങ്ങ് ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ പെരുത്തായി ഇഷ്ടപ്പെട്ട സാജിദ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോയിൽ വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ജസ്ന സലീം ഉണ്ടല്ല, കൃഷ്ണഭക്ത, ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് ഓരോന്നും കാണിച്ചിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്ന ഓള് കൊടുത്ത മറുപടി എനിക്ക് എന്തായാലും ബാഷായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ജസ്ന വ്ളോഗ് എന്ന് പറയുന്ന ഈ പറഞ്ഞ സോഷ്യൽ പരമായിട്ട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണ്. ചിലപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം ഈ പറയുന്ന റൌഫ് എന്ന് പറയുന്ന വ്യക്തി കാശ് കൊടുത്തത്. ഈ വ്യക്തി ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സിലെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ലേഡീസിനൊക്കെ കാശ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ടായിരുന്നു. അതെന്തോ മേ ബി അതിനെക്കുറിച്ചുള്ള വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ സൂഫി സഫറിലേക്ക് കടന്നു വരാം. സൂഫി സഫറാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന സാജിദ കല്യാണം കഴിച്ച് 26 വയസ്സുള്ള പയ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പുറത്തുകൊണ്ടുവന്നേക്കുന്നത്. ഈ പയ്യൻ്റെ ഫോട്ടോസ് ഒന്നും സാജിദ എവിടെയും കാണിച്ചിട്ടുണ്ടായില്ല. സാജിദയെ ഈ പറയുന്ന വയനാട്ടിൽ പോയപ്പോൾ കൂടെ ഈ പയ്യനുണ്ടായിരുന്നു. ആ ഷോർട്സ് ഒക്കെ പുറത്തിട്ടിട്ട് സാജിദയുടെ പയ്യൻ്റെ ഫോട്ടോസ് പുറത്തു വിട്ടതും വീഡിയോസ് പുറത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് ആദ്യം ഇത് പ്രചരിപ്പിച്ചത് സൂഫി സഫറാണ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഈ പറയുന്ന സാജിദ തന്നെ പറഞ്ഞിട്ട്. ആദ്യം സാജിദ പറയുന്നതിനേക്കാൾ മുമ്പ് സൂഫി സഫർ ഈ രീതിയിലുള്ള വീഡിയോസ് ചെയ്തവർക്കൊക്കെ ഉള്ള ഉപദേശം കൊടുക്കുന്ന പോലത്തെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്ന ചങ്ങാതി. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റ് ഈ സൂഫി സഫർ മീഡിയ എന്ന് പറയുന്ന ഇസ്ലാമിക് ചാനലുകാരൻ ചെയ്യുന്നത് മാത്രം ശരിയാണെന്ന് പറയണ്ടല്ലോ. എന്തായാലും അവൻ പറയണമെന്ന് കേട്ട് നോക്കാം. തുടർന്ന് സാജിദയുടെ വീഡിയോ തന്നെ സാജിദ പറയുന്നുണ്ട് ആരാണ് ഇമ്മാതിരി വീഡിയോ ചെയ്തേക്കുന്നത്. അവൻ പറയണം, നമുക്ക് കേട്ട് നോക്കാം. ഇത് ചെയ്തു, ഇത്
അഡ്വാൻസ് ചെയ്തു. കാരണം അന്ന് റേറ്റ് കമ്മിയുള്ള സമയം വെച്ചിട്ടാണ് ചെയ്തത്. പ്രിയപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിലെ എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. പിന്നെയും ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചില കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും വലിയ ചിന്താവിഷയമായി കിട്ടിയത് സാജിദ ഷാജിയുടെ മഹറും ഹണി ട്രാപ്പും ഒക്കെയാണ്. ഭർത്താവില്ലാതെ 5 മക്കളുമായി കഴിയുന്ന, സഹായത്തിനായി ആങ്ങളമാരോ ഉപ്പയോ തണിയില്ലാത്ത ഒരു പെൺകുട്ടിയുടെയും ആ പിഞ്ചു മക്കളുടെയും ഭാവിയെയും മാനത്തെയും നമ്മൾ എത്തരത്തിലാണ് വില കൽപ്പിക്കുന്നത്? ഈ ഒരവസ്ഥ നമ്മളുടെ ആരുടെയെങ്കിലും കുടുംബത്തിലാണ് വന്നതെങ്കിൽ നിങ്ങൾ എത്തരത്തിലാണ് ഇതിന് നേരെ പ്രതികരിക്കുക? അപ്പോൾ നിങ്ങളുടെ സഹോദരിയുടെ പക്കലും ന്യായമുണ്ടെങ്കിൽ അത് എത്ര വലിയ രൂക്ഷഭാവമാണ് നിങ്ങളിൽ ഉളവാക്കുക? അതെ, കള്ളന്മാരെയും കണ്ടല്ലോ കോയ, ചില തള്ളമാരെയും കണ്ടല്ലോ. തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ആളുടെ വാക്ക് കേൾക്കെ തൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശെടുത്ത് മഹർ വാങ്ങി അദ്ദേഹത്തിന് അത് കാണിച്ചു നൽകിയപ്പോൾ, കൂടാതെ ഇതുപോലെ മറ്റു പല കാര്യങ്ങളും ഫോട്ടോകളും വോയിസുകളൊക്കെയായി അനേകം അയാളുടെ പക്കലെത്തിയപ്പോൾ ഇപ്പോഴാണ് മറ്റു ചിലരിലൂടെ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഷാജിദ മനസ്സിലാക്കിയത്. നിങ്ങളുമായുള്ള ബന്ധം എനിക്ക് തുടരാനാകില്ല എന്ന് ഷാജിദ പറഞ്ഞപ്പോൾ, താൻ നൽകിയ പണം തിരിച്ചു നൽകണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ട വീഡിയോയും അതിനു മുമ്പ് കേട്ട വോയിസുകളുമെല്ലാം നിങ്ങളുടെ പക്കലില്ല എന്ന് എനിക്ക് ഉറപ്പാവണമെന്ന് സാജിദയും പറഞ്ഞു. അപ്പോൾ അയാൾ ആ കാര്യങ്ങൾ തന്നെ പുറത്തു വിട്ടുകൊണ്ട് നിന്നെ ഞാൻ സമൂഹത്തിൽ നാണം കെടുത്തും എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് തനിക്കൊരു രക്ഷ കിട്ടണമെങ്കിൽ തനിക്കൊരു ഭർത്താവുണ്ടെന്നറിഞ്ഞാൽ മതിയാകുമെന്നാണ് ഇവൾ വിചാരിച്ചത്. റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായി എൻ്റെ അടുത്താണ് എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ ചികഞ്ഞന്വേഷിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും വ്യക്തമായി. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ചില തള്ളമാർ അനേകം അയാളുടെ പക്കലെത്തിയപ്പോൾ കള്ളന്മാരെയും കണ്ടല്ലോ കോയ, കുറെ തള്ളമാരെയും കണ്ടല്ലോ കോയ, അതിനിടെ ചില തന്തയില്ലാത്തരം കാണിക്കുന്ന ആൾക്കാരെയും കണ്ടല്ലോ കോയ. അല്ലാതെ ഞാൻ എന്താ പറയുക, ഈ പറയുന്ന സാജിദയുടെ വിഷയം ഞാനൊക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പേ ഈ സാജിദയുടെ ഈ പയ്യനൊക്കെ ചെക്കനെ പുറത്ത് കാണിച്ചും ചെക്കൻ്റെ ഫോട്ടോസും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവന്നത് ഈ സൂഫി സഫറാണ്. ഇത് ഈ പറയുന്ന അഭിപ്രായം ന്യായീകരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ സൂഫി സഫർ മീഡിയയിലെ, അതിനെക്കുറിച്ച് സാജിദ തന്നെയാണ് പറഞ്ഞേക്കണം, ഞാൻ പറഞ്ഞേക്കണമെന്നല്ല കേട്ടോക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത്, ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേര് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ, അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനലുണ്ടല്ലോ, അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ. അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കേട്ടില്ല, സാജിദ തന്നെയാണ് പറഞ്ഞേക്കണത് ഈ സൂഫി സഫർ ഇസ്ലാമിക് ചാനൽ എന്ന് പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം ഇസ്ലാമിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇസ്ലാമിൽ പെടുന്ന കാര്യമല്ല ഈ മറ്റുള്ളവൻ്റെ കുറ്റങ്ങളും കുറവുകളും വിളിച്ച് പറയുന്നത്. ഞാനടക്കം ചെയ്യുന്ന വിഷയം അതാണ്, മറ്റുള്ളവൻ്റെ തെറ്റുകളും കുറവുകളും വിളിച്ച് പറയുന്നത്. ഈ പറയുന്ന സൂഫി സഫർ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ ചെയ്യുന്ന ഈ പറയുന്ന കുറ്റങ്ങളും കുറവുകളും വിളിച്ച് പറയുന്നതാണ് ഏഷ്യൻ ഈപത്ത് തന്നെ പരത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചാനലിലേക്ക് ഒരു ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സാജിദ തന്നെ പറയുന്നുണ്ട് ഇവനാണ് ഇതൊക്കെ ഒപ്പിച്ച് വെച്ചത്. എന്നിട്ടും സാജിദ ഇവനക്കെതിരെ സംസാരിച്ചിട്ടും ഇവൻ എന്തുകൊണ്ടാണ് സാജിദക്കെതിരെ സംസാരിക്കാതെ? ഒന്നുകിൽ ഇവനും ഇതേപോലെ തന്നെ സാജിദയുടെ മുന്നിൽ വല്ല പൈങ്കിളി വർത്താനവും പറഞ്ഞ് ചെന്നുണ്ടാവും, അതിൻ്റെ വോയിസും സാജിദയുടെ കയ്യിലുണ്ടാവും. എന്തെങ്കിലും സാജിദക്കെതിരെ സംസാരിച്ച് തന്നെ സാജിദ അത് പുറത്ത് എടുത്തിടും എന്നുള്ള പേടി കൂടി ആയിരിക്കാം. ഇത് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു സംശയമാണ്. ആ സംശയമാണ് ഞാനിതിൽ പറഞ്ഞേക്കുന്നത്. പല ആൾക്കാരുടെയും വോയിസുകൾ സാജിദയുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പലരും സാജിദക്കെതിരെ സംസാരിക്കാത്തത്. എന്നാൽ ഇപ്പോൾ ഈ സംസാരിക്കാൻ പേടിയില്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് എന്താണ്? അവർക്ക് തോന്നുന്നു. ഇപ്പം ഞാനടക്കം പറയുന്നത് എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാജിദ 2 കെട്ടിയാലും 3 കെട്ടിയാലും 8 പ്രസവിച്ചാലും എനിക്ക് ഒരു വിഷയമല്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റിക്കുന്നതും കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്.
സാജിദ് എപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യലും കാര്യങ്ങളും നിർത്തുന്നു, അപ്പം നമ്മൾ നിർത്തും. ഇപ്പം തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സാജിദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സാജിദയുടെ കൂടെ നിന്ന് സാജിദാനെ ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരു ലേഡി സാജിദക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ വോയിസുകൾ അവർ തമ്മിലുള്ള ഈ പറയുന്ന ചാറ്റുകൾ സാജിദ പുറത്തു വിട്ടപ്പോൾ ആ ലേഡിയുടെ നമ്പർ കൂടി സാജിദ പുറത്തു വിട്ടിട്ടുണ്ട്. കമൻറ്റിൽ സാജിദ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഞാനത് കണ്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ സാജിദ കണ്ടോ കണ്ടില്ലെന്നല്ല, കാണേണ്ടവരൊക്കെ കാണുകയും ചെയ്ത് ഈ ലേഡിനെ നല്ലപോലെ കോളും ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ലേഡിക്ക് നിൽക്കൊള്ളില്ല, കാരണം ആ ലേഡിക്ക് അത്രത്തോളം ഫോൺ കോളുകൾ ചെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. അങ്ങനെ ചെയ്തതല്ലേ തെറ്റ്. ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ അതിന് കുറ്റം എന്ന് പറയുന്നത്. അത് സൂഫി സഫറിന് ഇത്രയും പറയുന്നുള്ളൂ. എങ്ങനെയെങ്കിലും സാധ്യതയുടെ കയ്യിൽ നിങ്ങളുടെ വോയിസുകളോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം മേടിച്ച് വെക്കാൻ നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറ. അല്ലാതെ ഇപ്പോൾ വന്നിട്ട് ഇത്രയും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്കും ഒരു പെങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറയൂ 5 മക്കളുടെ വിധവയാണ്, അതാണ് ഇതാണ്. വിധവ എന്നൊന്നും ഒരിക്കലും സാധ്യത പറയരുത്, കാരണം അവൾക്കത് ഇഷ്ടമല്ല. കാരണം അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ കല്യാണം കഴിച്ചെന്നൊക്കെ വന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും വരുന്ന ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം. ബൈ.